അതിന്റെ പുറകിൽ അജണ്ടകളെ കുറിച്ച് പറഞ്ഞു. ആ മനുഷ്യന്റെ സത്യസന്ധതയെ വാഴ്ത്താതെ മഹാനടന്റെ പുറകെ പോകുന്ന എൻ രാധാകൃഷ്ണന് നമോഭാഗം. അന്വേഷിക്കണ്ടേ? ഇത്തരം ചെയ്തികളെ കുറിച്ച് ചിന്തിക്കണ്ടേ? അതോ മഹാനായ കരുത്തനായ വാര്യംകുന്നൻ വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നവരാണോ? ഞാനൊന്നും പറയണ്ട എന്ന് കരുതിയതാണ്. പക്ഷെ പറയാതെ വയ്യ. ചിലത് പറയാതെ പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. പറയേണ്ടുന്ന സമയത്ത് പറയണം. ഇനി ഇത്തരം സിനിമകൾ വന്നാൽ പ്രതികരിക്കണ്ടേ? പ്രതികരിക്കണം. ഇവിടത്തെ ഈ പറയുന്ന പോലെ മാഫിയ പണം ഉപയോഗിച്ചുകൊണ്ട് ഹൈന്ദവർക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുന്ന സിനിമകൾ ഉണ്ടായാൽ പുറങ്കാലുകൊണ്ട് തട്ടിയെറിയണം. ഇവിടെ സംഭവിച്ച ലവ് ജിഹാദിനെ കുറിച്ചൊരു സിനിമ വന്നപ്പോ കേരളത്തിൽ അത് ഓടാൻ പോലും കാണിക്കാൻ പോലും സമ്മതിക്കാത്ത ഭീകരത സൃഷ്ടിച്ചു ഗവൺമെന്റ് അടക്കം. ഇല്ലേ? മറന്നുപോയോ? ഇന്ത്യക്കെതിരായി ബ്രിട്ടീഷ് BBC ഉണ്ടാക്കിയ ഡോക്യുമെന്ററി കാണിക്കാൻ എന്തോരം ആവേശമായിരുന്നു. അതേസമയത്ത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലവ് ജിഹാദിനെ കുറിച്ചൊരു സിനിമ വന്നപ്പോ ആ സിനിമ കാണിക്കാൻ പാടില്ല. എത്ര തിയേറ്റർ കൊടുത്തു? എന്റെ ഇവിടുത്തെ BJPക്കാരൊക്കെ എവിടെ പോയിരിക്കുന്നു? ആ സിനിമ ഓടിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു തിയേറ്റർ പിടിച്ചോ? തിയേറ്റർ ഇറക്കിയോ? ഒരു വീര സർവർക്കറിന്റെ സിനിമ വന്നിരുന്നല്ലോ. കൊല്ലം തോറും വീര സർവർക്കർ സല്യൂട്ട് ചെയ്യുന്ന ആളുകളൊക്കെ എവിടെ പോയിരുന്നു? കേരളത്തിൽ 2 തിയേറ്ററിലാണ് ആ പടം ഇറങ്ങിയത്. എവിടെ പോയിരുന്നു എല്ലാവരും? എന്റെ സിനിമ ഇറങ്ങിയപ്പോ എന്തായിരുന്നു? അതിന്റെ സെൻസർ ബോർഡ് കീറി മുറിച്ചപ്പോ ഇവരൊക്കെ എവിടെയായിരുന്നു? ഇപ്പൊ ഒരു നടന്റെ ചെയ്തികൾ പുറത്തു വന്നപ്പോ എന്തൊരു വെള്ളപൂശാൻ ആവേശമാണ് എല്ലാവർക്കും. നമ്മളാരും പറഞ്ഞതല്ല. ഇരയായ ഒരു മനുഷ്യൻ, കുടുംബം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ആ സിനിമയുടെ പിന്നിലുള്ള ചരിത്രം വിളിച്ചു കൂവുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം വിളിച്ചു പറഞ്ഞ കാര്യങ്ങള് അത്ര നിഷ്കളങ്കമായി തള്ളിക്കളയാൻ നമുക്ക് സാധ്യമല്ല. മനസ്സിലാക്കണം. കവിതയിലൂടെ ആണെങ്കിൽ കവിതയിലൂടെ, കഥയിലൂടെ ആണെങ്കിൽ കഥയിലൂടെ, സിനിമയിലൂടെ ആണെങ്കിൽ സിനിമയിലൂടെ, സകലതിലൂടെയും ഇന്നും ഈ പറയുന്ന ജാതി വ്യവസ്ഥ ഊട്ടി ഉറപ്പിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ പണ്ട് ഇവിടെ കുറെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന വകുപ്പുണ്ടായിരുന്നു എന്ന് വരും തലമുറ പറയേണ്ടുന്ന ഗതികേടിലേക്ക് വരും. തലകുനിച്ച് പാതാളം വരെ തലകുനിച്ച് സ്വന്തം അസ്തിത്വം ഇല്ലാതായി മറ്റുള്ളവരുടെ പരിഹാസങ്ങൾക്ക് മാത്രമായി ജീവിക്കുന്ന ഒരു വിഭാഗമായിട്ട് ഹിന്ദു മാറുകയാണെങ്കിൽ കഷ്ടമെന്നേ പറയാൻ പറ്റുകയുള്ളൂ. പലരും വന്ന് ന്യായീകരിച്ചു, അങ്ങനത്തെ റോൾ ചെയ്തിട്ടുണ്ട്, എങ്ങനത്തെ റോൾ ചെയ്തോ എന്ത് റോൾ ചെയ്തോ എന്നല്ല. ആ സംവിധായികയുടെ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണ്. ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് എടുത്ത സിനിമയാണ്. ആ സിനിമയുടെ പിന്നിലുള്ള കൂട്ടുകെട്ട് എന്താണ് എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ചത് ആ മനുഷ്യനാണ്. മട്ടാഞ്ചേരി മാഫിയ
എന്നൊരു സിനിമാ പ്രസ്ഥാനം ഉണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് മലയാളി യുവത്വത്തെ ഇത് ബാധിക്കുന്നത് എന്നും കൂടി മനസ്സിലാക്കണം. കഞ്ചാവ് ഫാഷനായി, ലഹരി ഫാഷനായി, സിനിമയിൽ അച്ഛനില്ല, അമ്മയില്ല, പെങ്ങളില്ല, ഭാര്യയില്ല, ഇതൊന്നുമില്ലാത്ത കൂത്താടൽ മാത്രമായി സിനിമ മാറി. തിയേറ്ററിൽ നിന്ന് കുടുംബങ്ങൾ ഒഴിഞ്ഞുപോയി. പിന്നെ ആരാണ് തിയേറ്ററിൽ ബാക്കിയുള്ളത്? യുവത്വമാണ്. ആ യുവത്വത്തിന്റെ മസ്തിഷ്കമാണ് ഇന്ന് ഇല്ലാതാക്കുന്നത്. ഓർക്കണം. പഠിച്ചു വന്ന ധർമ്മത്തെക്കുറിച്ച് അറിയുന്നവർ ഈ സിനിമ കണ്ടാൽ പുച്ഛത്തോടെ പോകും. പക്ഷേ അറിവില്ലാത്ത പൈതങ്ങളാണ് ഇതൊക്കെ കാണുന്നത് എന്ന് സമൂഹം മനസ്സിലാക്കണം. ഇത്തരം അജണ്ടകളെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അതേ അർത്ഥത്തിൽ തിരിച്ചു കൊടുക്കാൻ പറ്റണം. നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ തന്നെ. എങ്ങനെയാണോ ഇങ്ങോട്ട് തരുന്നത് അതേപോലെ തിരിച്ചു കൊടുക്കാൻ പഠിക്കണം. ഒരു വിഭാഗത്തിന് മാത്രമല്ല പറയാൻ, എല്ലാവർക്കും പറയാനുണ്ട്. എല്ലാ വിഭാഗത്തിനും ഈ പറയുന്ന ജാതി വ്യവസ്ഥയുണ്ട്. മുസ്ലിങ്ങളിലും ജാതി വ്യവസ്ഥയുണ്ട്, ക്രൈസ്തവരിലും ജാതി വ്യവസ്ഥയുണ്ട്, സുന്നി ഷിയ അങ്ങനെ തുടങ്ങി അഹമ്മദീയ വിവിധങ്ങളായിട്ടുള്ള വ്യവസ്ഥയുണ്ട്. പരസ്പരം ഒരിക്കലും അടുക്കുകയോ വിവാഹം നടത്തുകയോ ചെയ്യാത്ത അവസ്ഥയുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതിനെ കുറിച്ച്? നമസ്കരിക്കുമ്പോൾ എവിടെ കൈകെട്ടണം എന്ന് തർക്കം ഉണ്ട് വിഭാഗത്തിൽ. പക്ഷെ ഹിന്ദുവിന് ദൈവത്തെ കണ്ട എങ്ങനെ കൈകൂപ്പണമെന്ന് എല്ലാവർക്കും ഒരുപോലെ അറിയാം. അവിടെ അതിന് പോലും വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഒന്ന് പുറത്തു പറയട്ടെ. നമ്മളെ ഈ പറയുന്ന ധർമ്മത്തെ കളിയാക്കുമ്പോ തിരിച്ച് 16-ാം നൂറ്റാണ്ടിലെ കാടത്ത് നടപ്പാക്കുന്നത് തിരിച്ചു പറയാനുള്ള അവകാശം മറ്റുള്ളവർക്കില്ലേ? ഒന്ന് എടുത്തു നോക്കട്ടെ, സമ്മതിക്കുമോ? അതിലൊരു സിനിമയാണ് കേരള സ്റ്റോറി. അങ്ങനെ കേരള സ്റ്റോറി വന്നപ്പോഴുണ്ടായ കോലാഹലം നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇങ്ങോട്ട് എന്തുമാവാം. ഇവിടെ അവർണനെയും സവർണനെയും വേർതിരിച്ച് സവർണനെ എങ്ങനെ കുറ്റപ്പെടുത്താം? സെൻസർ ബോർഡിൽ ഒരു പ്രശ്നവുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. 1921 നിർബന്ധപൂർവം സുന്നത്ത് ചെയ്ത കാര്യം പറഞ്ഞപ്പോ സെൻസർ ബോർഡ് കട്ട് ചെയ്തു. തുവൂർ കിണറിൽ 1048 പേരെ തലവെട്ടി ഇട്ടപ്പോ ആ തലവെട്ടുന്ന സീൻ വെട്ടിമാറ്റണമെന്ന് സെൻസർ ബോർഡ് പറഞ്ഞു. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാണ് തുവൂർ കിണർ. തലകുരിച്ച് നിൽക്കേണ്ടി വന്നു. ചരിത്ര പുസ്തകങ്ങൾ ഞാൻ അവരുടെ ഈ സെൻസർ ബോർഡ് ഓഫീസർമാരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തു. സമ്മതിച്ചില്ല. അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അപ്പൊ നമുക്കിതൊന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് സത്യം വിളിച്ചു പറയാൻ പാടില്ല. നമ്മുടെ സമൂഹത്തിലെ അനാചാരങ്ങളെ എടുത്തിട്ട് അലക്കാൻ സൂപ്പർ സ്റ്റാറുകളടക്കം മുന്നോട്ട് വരുമ്പോ, സൂപ്പർ സ്റ്റാറുകൾ ഒന്നില്ലെങ്കിലും ചെറിയ നിലവിളക്കോ കരിവിളക്കോ അതല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്കോ വെച്ചിട്ടെങ്കിലും തിരിച്ചു പറയാൻ തയ്യാറാവണം സമൂഹം. ആയിരത്തി 1921 പുഴ മുതൽ പുഴ വരെ എന്ന് സിനിമ ചെയ്തതിന്റെ പേരിൽ